ഞാൻ ഇതുവരെ നിങ്ങളോട് മദ്യമി അടിമത്തം എന്തിന് എന്ന വിഷയം പറഞ്ഞതിൽ വെച്ച് ഏറ്റവും അധികം എന്റെ മനസ്സ് തളർന്നു പോലെ ഒരു ഹദീസാണ് ഇനി പറയാൻ പോകുന്നത്. ഒരു ചെറുപ്പക്കാരൻ ഒന്നാമത്തെ പ്രാവശ്യം കള്ളുകുടിക്കുമ്പോ അള്ളാഹു അവൻ എന്താ കൊടുക്കുന്നതെന്നറിയോ? രണ്ടാമത് കള്ളുകുടിക്കുമ്പോ അള്ളാഹു അവൻ എന്താ കൊടുക്കുന്നതെന്നറിയോ? മൂന്നാമത് കള്ളുകുടിക്കുമ്പോ അള്ളാഹു അവൻ എന്താ കൊടുക്കുന്നതെന്നറിയോ? ഒന്നാമത് കള്ളുകുടിച്ചു കഴിഞ്ഞു ഒന്നാമത്തെ പ്രാവശ്യം ഒരാൾ കള്ളുകുടിച്ചാൽ മുത്തുനബി തങ്ങൾ പറയുകയാണ്, അവന്റെ മനസ്സിനെ അള്ളാഹു ഇരുട്ടാക്കുന്നതാണ്, അവന്റെ ഹൃദയത്തിലെ പ്രകാശം അള്ളാഹു മാറ്റിക്കളയുന്നതാണ്, അവന് നന്മ ചെയ്യാൻ കഴിയില്ല, അവന്റെ മനസ്സിന്റെ അകത്ത് യാതൊരുവിധ സന്തോഷവും അള്ളാഹു കൊടുക്കുകയില്ല. ഇത് ഹദീസാണ് ചെറുപ്പക്കാരാ. നിങ്ങൾ കള്ളുകുടി നിർത്താൻ വേണ്ടി നൗഷാദ് വാക്കവി ചമച്ചു കൊണ്ടുവന്നതല്ല. മുത്തുതങ്ങൾ തമാശയ്ക്ക് പോലും ഒരു കളവ് പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമല്ലാതെ ഒരു ഹർഫ് പോലെ ലോകത്ത് പറഞ്ഞിട്ടില്ലാത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം കള്ളുകുടിക്കുമ്പോ അവൻ അല്ലാഹു കൊടുക്കുന്നത് ഹൃദയത്തിന് കറുപ്പാണ്. രണ്ടാമത്തെ പ്രാവശ്യം കള്ളുകുടിക്കുമ്പോ അല്ലാഹു കൊടുക്കുന്നതെന്തോ ബരിഅ മിൻഹു റഹ്മാ, റഹ്മത്തിനെ അല്ലാഹു ഒഴിവാക്കുകയാണ്. അല്ലാഹുവിന്റെ കാരുണ്യം അവന് കൊടുക്കൂല. പടച്ചോന്റെ കാരുണ്യമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ ചെറുപ്പക്കാരാ? അല്ലാഹു എത്ര സ്നേഹമാടാ നിന്നോട് കാണിക്കുന്നത്. നീ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ ചെയ്തതാ, നീ എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്തതാ, നീ എന്തൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തതാ. എന്നിട്ട് പടച്ചവൻ നിന്നെ വല്ലതും ചെയ്തോ? നിനക്ക് ആരോഗ്യം തന്നില്ലേ? നിനക്ക് പണമല്ലാഹു തന്നില്ലേ? നിനക്ക് പദവി അല്ലാഹു തന്നില്ലേ? എന്നിട്ടും നന്ദികേട് കാണിക്കുന്നവനെ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തരികയാ. രണ്ടാമത്തെ പ്രാവശ്യം ആരെങ്കിലും കള്ളുകുടിച്ചോ ബരിഅ മിൻഹു റഹ്മാ, റഹ്മത്തിനെ ഒഴിവാക്കുന്നതാണ്, റഹ്മത്തിനെ ഒഴിവാക്കുന്നതാണ്. പക്ഷേ മൂന്നാമത്തതാണ് അത്ഭുതം. എന്റെ ഈ മാറഞ്ചേരിയിൽ വന്ന ചെറുപ്പക്കാരാ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലാകെ പ്രതീക്ഷ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്ത് നഷ്ടം വന്നാലും നമുക്ക് വേണ്ടി വാദിക്കുന്ന നൂറേ നബി മുഹമ്മദ് മുസ്തഫ. എന്തു നഷ്ടം വന്നാലും നമുക്ക് വേണ്ടി വാദിക്കാൻ നിവിധങ്ങൾ ഉണ്ടാകും. പക്ഷേ ആ മുത്തായ തങ്ങൾ മൂന്നാമത്തെ പ്രാവശ്യം ആരെങ്കിലും കള്ളുകുടിച്ചാൽ, മൂന്നാമത്തെ പ്രാവശ്യം ആരെങ്കിലും കള്ളുകുടിച്ചാൽ, ഒന്ന് കുടിച്ചു, രണ്ടു കുടിച്ചു, മൂന്നാമത്തെ പ്രാവശ്യം ആരെങ്കിലും കള്ളുകുടിച്ചാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുത്തുനബി തങ്ങൾ പറയുകയാണ്, ആദ്യം ഹൃദയത്തെ കറുപ്പിച്ച് കളഞ്ഞ പടച്ചതമ്പുരാൻ, റഹ്മത്തിനെ ഒഴിവാക്കിയ പടച്ചതമ്പുരാൻ മൂന്നാമത്തെ പ്രാവശ്യം ആരെങ്കിലും കള്ളുകുടിച്ചാൽ ബരിഅ മിൻഹു റസൂലുള്ളാഹ്. ഏത് തെമ്മാടിയെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ നബി തങ്ങൾ പറഞ്ഞാലും ഇവനെ കൊണ്ടുപോകാൻ അല്ലാഹുവിന്റെ റസൂല് പറയുന്നതല്ല. ഏത് ദുർമാർഗിയെ പടച്ചവരെ സ്വർഗത്തിൽ കൊണ്ടുപോകണമെന്ന് പൊട്ടിക്കരന്നുകൊണ്ട് മുത്ത് റസൂല് പറഞ്ഞാലും ഇവനെ കൊണ്ടുപോകാൻ നബി തങ്ങൾ പറയൂലോ. മാറമ്പേരിയിൽ വന്ന മലബാറും ദൈവത്വമേ, കേരളത്തിന്റെ യുവാക്കളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോടല്ലാതെ സ്വർഗത്തിന്റെ ഒരു പരിമളം പോലും ആസ്വദിക്കാൻ കഴിയില്ല ചെറുപ്പക്കാരാ, കഴിയില്ലോ. പക്ഷേ മുത്ത് നബി പോലും ഒടിഞ്ഞു പോവുകയാണ്. വേണമോ നീ തീരുമാനിക്കടാ, വേണമോ നീ തീരുമാനിക്കടാ. നിന്റെ പുനരാമസത്തിന്റെ കന്ന്, നിന്റെ പൊന്നുമോളെ കെട്ടിക്കുന്നതിന്റെ അന്ന്, നിന്റെ വീട്ടിൽ കിണർ വെട്ടുന്നതിന്റെ അന്ന്, നീ ഗൾഫിൽ പോലെ മടങ്ങി വന്നതിന്റെ അന്ന്, നിനക്ക് ജോലി കിട്ടുന്നതിന്റെ അന്ന്, നിനക്ക് ശമ്പളം കിട്ടുന്നതിന്റെ അന്ന്, നിന്റെ ഭാര്യ അനുഗ്രഹത്തിന്റെ ഒരു കൈക്കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് തരുന്നതിന്റെ അന്ന്, നിനക്ക് വേണമോ കള്ള് വേണമോ മദ്യം വേണമോ നീ തീരുമാനിക്ക ചെറുപ്പക്കാരാ. ഡിസംബർ 31 പാതിരാത്രിയിൽ കേരളത്തിന്റെ 10,000 ജനങ്ങൾ കള്ളുകുടിച്ചു കൂത്താടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, സലീം കോടത്തൂർ എന്ന് പറയുന്ന പാട്ടുകാരനില്ലേ, ഇന്നെന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞതാ, ഉസ്താദേ എവിടേക്ക് ഗാനമേളയ്ക്ക് വിളിച്ചത്
പോകേണ്ടതാ. പക്ഷേ പോകാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, എന്തുകൊണ്ടെന്നറിയോ? നിങ്ങളെപ്പോലെയുള്ള ഉസ്താദുമാര് ഡിസംബർ 31 പാതിരാത്രി പൊട്ടിക്കരന്നുകൊണ്ട് കള്ളിനെതിരെ, ആഭാസത്തിനെതിരെ പ്രസംഗിക്കുമ്പോ അതിന്റെ പരിസരത്തിനൊരു സ്റ്റേജ് വേണ്ട, അതിന്റെ പരിസരത്തിനൊരു മൈക്ക് വേണ്ട, അതിന്റെ പരിസരത്തിനൊരു പാട്ട് വേണ്ട. മാനത്താ മുസ്ലിങ്ങളെ, മാറ്റത്തിന്റെ കാറ്റ് മുഴങ്ങട്ടെ. മാറഞ്ചേരിയുടെ മണ്ണിലിരുന്നുകൊണ്ട് പൊട്ടിക്കരയുതെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലിന്റെ ഹൗദ് വേണ്ടേ? മൂന്നാമത് കള്ളുകുടിക്കുന്നവന്റെ അരികിൽ നിന്ന് അള്ളാന്റെ റസൂലിനെ ഒഴിവാക്കുമെന്ന് പറയുമ്പോ ഒരു വിശ്വാസിയുടെ ആകെ പ്രതീക്ഷ മുത്ത് നബിയാണ്, ഒരു വിശ്വാസിയുടെ ആകെ പ്രതീക്ഷ മുത്ത് റസൂലാണ്, ഒരു വിശ്വാസിയുടെ ആകെ ആശ്വാസം അള്ളാന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ മുത്തുനബി തങ്ങൾ ഒഴിവായാൽ പിന്നെ ആരുമില്ല സഹോദരങ്ങളെ, നമുക്ക് ആരുമില്ല. മുത്തുനബി തങ്ങൾ പറയുകയാ, നാലാമതാരെങ്കിലും കള്ളുകുടിച്ചു പോയാൽ ഒഴിവാകുന്നതെന്തെന്നറിയുമോ? നാലാമത് കള്ളുകുടിച്ചു പോയാൽ ഒഴിവാകുന്നതെന്തെന്നറിയുമോ? ബരിഅ മിൻഹു മലക്കുൽ മൗത്ത്. പറയും, അല്ലാ ഒരു ദയയും അവനോട് കാണിക്കണ്ട അല്ലാ. ഞാൻ റൂഹ് പിടിക്കുമ്പോ ഒരു മര്യാദ കാണിക്കൂല പടച്ചവനെ, ഞാൻ റൂഹ് പിടിക്കുമ്പോ ഒരു മയം കാണിക്കൂല തമ്പുരാന്. ബരിഅ മിൻഹു അസ്റായീൽ. നാലാമത്തെ പ്രാവശ്യം വീണ്ടും കള്ളുകുടിച്ചവനെ, നിനക്ക് നല്ല ഒരു മരണം അല്ലാഹു തരൂല, നിന്നെ കബറിന്റെ അകത്ത് കൊണ്ടുവച്ചാലോ, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു മദ്യപാനി മരിച്ചു കബറിലടക്കണേ, പിന്നീട് കബർ പൊളിച്ചു അകമിൽ നോക്കണേ, കാണുന്നതാ മുഖം കിബില തെറ്റിമറിഞ്ഞതായി ഇബ്നു മസ്ഊദ് എന്നവർ പറയുന്നതായി. ഇതുപോലെ കാണുന്നില്ല എന്നാൽ എന്നെ ഉടൻ തന്നെ നിങ്ങൾ വന്നു കൊന്നോ പൊന്നേ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, ഒരു കള്ളുകുടിയനെ മലപ്പുറത്ത്, മാറഞ്ചേരിയിൽ, എരമംഗലത്ത്, പുത്തമ്പള്ളിയിൽ, കോടത്തൂര് കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ആ കബർ നിങ്ങൾ പോയി തുറന്നു നോക്കുക. ആ കബർ തുറന്നു നോക്കുമ്പോ കിബിലയുടെ ഭാഗത്തായിട്ട് മുഖം തിരിച്ച് അടക്കിയിരുന്ന മയ്യത്തിന്റെ മുഖമുണ്ടല്ലോ, കിബിലയുടെ ഭാഗത്ത് നിന്ന് വലിച്ചു തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കാണാം. മാത്രമല്ല പല വികൃതമായ രൂപങ്ങളും ആ കബറിന്റെ അകത്ത് നിങ്ങൾക്ക് കാണാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ കബർ തുറന്നു നോക്കിയിട്ട് ഒരു രംഗം നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ തിരിച്ചു വന്ന് എന്നെ കൊന്നുകൊള്ളൂ, എന്റെ കഴുത്തറുത്തുകൊള്ളൂ എന്ന് മക്കയുടെ നേതാവിന്റെ പിന്നാലെ നടന്ന് ലോകത്തെ അറിവുകൾ മുഴുവനും മഴ തേടുന്ന വേഴാമ്പലിനെ പോലെ പഠിച്ച ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു കള്ളുകുടിയനെ കൊണ്ടുവന്ന് കബറടക്കിയിട്ട് ആ കബറിന്റെ അകത്ത് നിങ്ങൾ പിന്നീട് പോയി മാന്തി നോക്കിയിട്ട് ആ കബറിന്റെ അകത്ത് നിന്ന് മുഖം തിരിച്ചിരിക്കുന്നതായും കോലം വരയ്ക്കപ്പെട്ട കോലത്തിലും നിങ്ങൾ കണ്ടില്ലെങ്കിൽ എന്നെ തിരിച്ചു വന്ന് കൊന്നുകളയോ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അത്രയ്ക്ക് ഉറപ്പാണ് അവരുടെ വാക്കുകളിൽ, അത്രയ്ക്ക് തന്റേടമാണ് അവരുടെ ഈമാൻ പ്രകാശിക്കുന്ന ആ അക്ഷരമുത്തുകളിൽ. ശ്രദ്ധിച്ചു നോക്കിയേ നിങ്ങൾ, ഈ നാശം മുഴുവനും അള്ളാഹു നിങ്ങൾക്ക് തരികയാ. മാത്രമല്ല, ഒരു കള്ളു കുടിക്കുന്നവന് അള്ളാഹു നാളെ മഹ്ശറയിൽ 3 രീതിയിലുള്ള പാനീയം കൊടുക്കുന്നതാണ്. നാളെ മഹ്ശറയിൽ നിങ്ങൾ ഇവിടെ കുടിച്ചു കൂത്താടി കൂട്ടുകാരുടെ വാക്ക് കേട്ട് രസിച്ച് നടക്കുമ്പോ അള്ളാഹു പടച്ചതമ്പുരാൻ നാളെ പരലോകത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് 3 രീതിയിലുള്ള പാനീയം.